ഇനി രാഷ്ട്രീയ വാർത്തകളിലേക്ക് വരാം. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ PV അൻവർ MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് സൂചന. നാളെ രാവിലെ 9 മണിക്ക് സ്പീക്കറെ കാണുമെന്ന് ഏറ്റവും പുതുതായി ഫേസ്ബുക്കിലൂടെ അൻവർ അറിയിച്ചിട്ടുണ്ട്. സുപ്രധാന വിഷയം അറിയിക്കാനെന്ന വിശദീകരണവുമായി നേരത്തെ തന്നെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള വിവരം പങ്കുവച്ചിരുന്നു. AK സ്റ്റെഫിൻ വിവരങ്ങളായി തിരുവനന്തപുരത്ത്. സ്റ്റെഫിൻ, നേരത്തെ പറഞ്ഞ 9:30-ക്ക് അല്ലേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നായിരുന്നു. പിന്നീട് ഒരു അരമണിക്കൂർ മുൻപാണ് 9 മണിക്ക് സ്പീക്കറെ കാണുമെന്ന അപ്ഡേഷൻ കൂടി ഫേസ്ബുക്കിൽ വരുന്നത്. രാജി തന്നെയാണോ? ദിവിഷ്, ഏതായാലും ADGP MR അജിത്കുമാറിനെ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയുമെല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തി ആദ്യ വാർത്താ സമ്മേളനം മുതൽ PV അൻവറിന്റെ ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും വലിയ കൗതുകത്തോടുകൂടിയും വലിയ അത്ഭുതത്തോടുകൂടിയുമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അൻവർ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം. കാരണം അൻവറിന്റെ ഈ 2 ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവറിന് ഏതായാലും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഒരുപക്ഷെ വ്യക്തമാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നിയമസഭാ സ്പീക്കറെ ഏതായാലും നാളെ 9 മണിക്ക് കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു വാർത്താ സമ്മേളനം എന്ന് അദ്ദേഹം അവസാനം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അൻവറിന്റെ ഏറ്റവും അടുത്ത രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളുമൊക്കെയായി ബന്ധപ്പെടുമ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അദ്ദേഹം ഒരുപക്ഷെ രാജിയിലേക്ക് തന്നെ നീങ്ങാനുള്ളൊരു സാധ്യതയാണ്. കാരണം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതോടുകൂടി ഏതായാലും അദ്ദേഹത്തിന് ഇനി ഈ ഒരു MLA ആയി തുടരുന്നതിന് വേണ്ടി കഴിയില്ല. അദ്ദേഹത്തിന് ഒരു കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിന് എതിരെ നടപടി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം ഇപ്പോൾ കൂടുതൽ സർക്കാരിനെയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു LDFനെയും ഒക്കെ തന്നെ ഒരു പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ ആ ഒരു തീരുമാനത്തിലൂടെ കഴിയുമെന്നുള്ളതായിരിക്കാം അൻവറിൻ്റെ ഒരു ധാരണ. ഏതായാലും അത് സംബന്ധിച്ചുള്ള അൻവറിൻ്റെ ഒരു വിശദീകരണം ഏതായാലും വരേണ്ടതുണ്ട്. അതിന് ഇനി മണിക്കൂറുകളുടെ ഒരു കാത്തിരിപ്പ് ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം നാളെ 9:30 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഈ നിലപാടുകളെല്ലാം തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കും. രാവിലെ ഒരു 7 മണിയോടുകൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേരുക. അതിനുശേഷം 9:30-ക്ക് വാർത്താ സമ്മേളനം, അതിനു മുൻപ് സ്പീക്കറെ കാണും. ഇതിനിടയ്ക്ക് അദ്ദേഹം എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറാകുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മളേറെ ഉറ്റുനോക്കുന്നത്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാളെ രാവിലെ 9 മണിക്ക് സ്പീക്കറെ കാണുന്നു, 9:30-ക്ക് മാധ്യമങ്ങളെ കാണുന്നു. എന്താണ് അൻവർ പറയാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.